ഇന്നത്തെ പണിയേനി വീട്ടിലോട്ടോ എന്നാൽ രാത്രി ആവാറായി. ഈ മുതലാളിയാണെങ്കിൽ സൈറ്റ് എന്ത് പണി എന്നെ കൊണ്ടിടിപ്പിക്കണേ. കല്ല് പൊട്ടിച്ച് ഞാൻ മടുത്തു. പുതിയ വീട് കാട് വഴിയൊക്കെ പോകണം. ഈ ഭാര്യ അങ്ങോട്ട് മാറുകയും ചെയ്ത് എന്നോട് ഇപ്പോഴാണ് വിളിച്ചു പറയുന്നത്. എൻ്റെ കയ്യിൽ ആകെ ഒരു ടോർച്ചുണ്ട്. അപ്പോൾ ഈ കാട് വഴി അങ്ങോട്ടോ ആണെന്നാണ് പറഞ്ഞത്. എൻ്റെ അണക്കണം ഓടി. ഇവിടെ രാത്രിയാകുമ്പോൾ എന്തോ സ്കെലട്ടറാ, സ്പൈഡറാ, സോംബിയാ, പിന്നെ ക്രീപ്പർന്നൊക്കെ പറഞ്ഞിട്ടൊരു ജന്തു ഉണ്ടെന്ന് പറഞ്ഞു. ന്യൂസിൽ കണ്ടേണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഈ കാടൊക്കെ കയറി ഞാൻ മിക്കവാറും ചെയ്യും. എന്ത് സാധനങ്ങളുണ്ട്. അതാണ് ഇനി അവള് പറഞ്ഞ വീട്. എന്നെ എന്തോ അടിക്കുന്നു. ഓടട്ടെ. ഇതല്ലല്ലോ, ഒരു 2 നില വീടാണ്. ഇതപ്പം എന്താ സംഭവം? ഏതായാലും രാത്രിയായി, ഇന്ന് ഇവിടെ കിടക്കാം. എന്നിട്ട് അവളെ വിളിച്ച് പറയാം. എന്താ പൊന്നെ, ഇതെന്താ? അയ്യോ സോംബി നീ തുറക്ക. പൊടിക്ക. അയ്യോ ദേവര് തല്ലി ചാവ്. അയ്യോ എന്നെ കൊല്ലല്ലേ. അതിൻ്റെ ട്രാപ്പ് ചെയ്യാം. അതൊക്കെ അല്ലാത്ത തന്നെ നല്ല ഉള്ള സോംബിയാണ്. അടിച്ച് കൊല്ലു. എൻ്റെ പൊന്നോ ചത്ത്. അയ്യോ ഇത് പൊട്ടിച്ചിട്ട് കയറാം. ഇതൊക്കെ പൊട്ടിച്ചങ്ങോട്ട് കയറല്ലാണ്ട് ഇനി നടക്കൂല. ഡോറിന് എങ്ങനെ വെക്കുവോ? അങ്ങനെ വെക്കണേ. അടുത്തങ്ങോട്ട് ശരിയായില്ല. ടാപ്പ് ഡോർ ഉടച്ച് ശരിയാക്കാൻ പറ്റും. ഇറങ്ങാൻ പറ്റുമല്ലേ? സോംബീസിനും കയറാൻ പറ്റും. ഓക്കേ, ഇത് പറ്റും. ഇവിടെ വെക്കാൻ പറ്റുള്ളതല്ലേ? ഓക്കെ, ഇവിടെ വെക്കാൻ പറ്റുള്ള. ഭ്രാന്ത് പിടിക്കണ്ട. മറ്റേതും പൊളിച്ചെടുത്ത് ഇവിടെ വെക്കാം. അല്ല പിന്നെ തലയോട്ടിയല്ലേ ഇത്? സ്കെൽട്ടൻ്റെ തലയോട്ടി, മനുഷ്യൻ്റെ തലയോട്ടി. നോക്കൂ അവിടെ എന്താ? ഇവിടെ പിന്നെയും തലയോട്ടിയാ. ഇതൊക്കെ ബ്ലഡാണോ? ഇതിൻ്റെ മേളിൽ ഇതൊക്കെ എന്താണാവോ? അടിയിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ചോര എന്താണ്? എന്താണത്? ചോര തിളങ്ങണ്. എന്തോ സെറ്റിങ്സാണ് കേട്ടോ ഇത്. ഇതെന്താ ഞാൻ ഇതിനു മുമ്പ് കണ്ടുള്ളാലോ ഇവിടെ. ഇതൊക്കെ എന്താ? ആരോ മനുഷ്യനെ കൊല്ലാനായിട്ട് വെച്ചേക്കണം. സൈറ്റിൽ കൂടെ പോയിക്കാനെ കൊള്ളുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ്. തലയോട്ടി നയ്ക്കൊന്നും പറ്റൂലല്ലോ. ഇവിടെ കുറേ സംഭവം ഉണ്ടല്ലോ. ഇതെന്തുവാണാവോ? എൻ്റെ ഡയമണ്ടോ? എൻ്റെ ജീവിതം രക്ഷപ്പെട്ട്. ഡയമണ്ടും സ്വർണവും അയണൊക്കെ കൊണ്ടുപോയി ഇട്ടാൽ ഞാൻ പിന്നെ മില്യണയറല്ല, ട്രില്യണയർ. എൻ്റെ ജീവിതം സഫലമായി. ഇനിയൊന്നും പേടിക്കണ്ട. അയ്യോ ഈ അമ്പ് കൊള്ളു. അയ്യോ ഇതെന്താണ്? ഇത് പൊട്ടിച്ചളേട്ടോ. എന്തത്? എന്തോ ഒരു സാധനം ഉണ്ടല്ലോ. ഇതൊരു പെട്ടിരിക്കണോ? പെട്ടിക്കകത്ത് എന്തൊക്കെയോ ഉണ്ടല്ലോ. ഏതായാലും എടുത്തിട്ട് ഓടാ. എന്നാ എടുത്തിട്ട് ഓടിക്കോ. എന്നാ ഒരു കാര്യം ചെയ്യാം. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുക. അതാണ് നല്ലത്. അങ്ങനെ രാവിലെ ഇത് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇന്നലെ എങ്ങനെ ഇവിടെ കിടന്നാൽ എനിക്ക് പോലും പറയാൻ പറ്റില്ല. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി പണി കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മളിത് എന്തോ ഒരു വീട് പോലെ കണ്ടത്. അപ്പോൾ ആ വീട്ടിൽ കയറിയപ്പോൾ എനിക്ക് ഗോൾഡും ഡയമണ്ടും പിന്നെ ഒരു പെട്ടിയും കിട്ടി. ആ പെട്ടിയിൽ എന്തൊക്കെയോ ഇരിക്കണ കണ്ട്. ഡാറ്റോടിയിലോട്ട് പോകാം. അതേ നമുക്കിവിടെ ഒരു പെട്ടി ഉണ്ട് കേട്ടോ. ഷൾക്കർ ബോക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വിശക്കുണ്ടല്ലോ. എന്ത് ഈ കാട്ടിലെല്ലാം തിന്നാൻ കിട്ടുമോ?
അത് അവിടെ തണ്ണിയോത്തന്നെ ഇരിക്കുന്നു. അത് പോയി പൊട്ടിച്ച് നമുക്ക് തിന്നാം. എൻ്റെ പൊന്നോ, ഇന്നലെ ഓടി അവിടെ എങ്ങനെ കഴിച്ചുകൂട്ടിയെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. തിന്നട്ടെ. എന്തൊരാശ്വാസം ഈ ചൂടത്ത്. ഇപ്പം ഈ പെട്ടിക്കകത്ത് ഇനി എന്താണോ പിക്കാക്സ് ഇതൊക്കെ എടുത്ത് വെക്കാം. പെട്ടിക്കകത്ത് ഇനി പെട്ടി ഇടക്കാം. ഓക്കെ, എന്താണ് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിന് നിന്നെ ഏതെടുക്കുക? ഈ ബ്ലാക്ക് കളർ എടുത്തൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എനിക്കിതിവിടെ എന്തൊക്കെയോ കാട്ടുന്നുണ്ടല്ലോ, എന്താണാവോ? ഇത് മറ്റേ വാർ മെഷീൻ്റെ സൂട്ടല്ലേ? ഞാൻ അയൺമാൻ കണ്ടിട്ടുണ്ടല്ലോ. ഓ, അപ്പം ഈ പെട്ടി അത് അപ്പം അയൺമാൻ താമസിച്ച സ്ഥലമായിരിക്കും. അയൺമാനപ്പം ആ പെട്ടി എടുത്ത് വെച്ചിരിക്കും. ഓ, അത് ജാർവിസ് ഒക്കെ ഉണ്ട്. എനിക്കറിയാം ഇതെന്താണ്. നമുക്ക് ഈ മാസ്ക് ഒന്ന് തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈ മാസ്ക് തുറക്കണം. ഹലോ, ഓപ്പൺ. ഇത് ഓപ്പൺ എന്ന് പറഞ്ഞപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇങ്ങനെ അടക്കാന്നാവോ? ജാർവിസ് ക്ലോസ്. ഹെൽമെറ്റ് ക്ലോസ്. മറ്റേ മാസ്ക് ക്ലോസ്. ഓക്കെ ഗൈസ്, ഇത് മനസ്സിലാക്കുന്നത്. ഓ, നമുക്ക് നെഞ്ചത്ത് കൂടെ മറ്റേ സാധനം ഇടാം. ഇത് ലേസർ. ഇതെന്താ? ബ്ലാസ്റ്റ് ഗൺ. ഇത് റോക്കറ്റ് ബ്ലാസ്റ്റർ. അപ്പം മാസ്ക് ഓഫ് ജാർവിസ്. ഗൈസ്, മാസ്ക് ഒന്ന് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് മാസ്ക് ഓഫ് ജാർവിസ് പ്ലീസ് ഒന്ന് ഓഫ് ചെയ്ത് തന്നെങ്കിൽ ഉപകാരം. ഓഫ് ജാർവിസ് ഞാൻ മിക്കവാറും തല്ലിക്കൊല്ലും. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഇത് അടച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പവർ ടെസ്റ്റ് ചെയ്യാം. അപ്പം അത് അതിൻ്റെ വിധത്തോടെ ഈ സാധനം. ഓ ഗൈസ്, ഇത് പൊട്ടിത്തെറിച്ച്. എന്താ നിനക്ക് എന്നെ തല്ലണോടാ? വാടാ, തല്ലിത്തെറിക്കടാ, വാടാ. ഗൈസ്, അപ്പം നമ്മളവനെ ചുട്ടു കൊന്നിട്ടുണ്ട്. ഗൈസ്, നിൽക്കടാ അവിടെ. ഓ ഗൈസ്, നമ്മളങ്ങനെ എല്ലാവരെയും കൊന്ന് ക്രൂരനാവാൻ പോവുകയാണ്. എന്ത് സാധനമാവോ? ഇതെന്ത് സാധനമോ? ഓ, നാനോ ഷീൽഡ് ഗൈസ്. മറ്റേ ഷീൽഡില്ലേ, അത് ആ സമയം നമുക്ക് പറന്നതേ. വെള്ളത്തിൽ പറക്കൂ. ഓക്കെ ഗൈസ്, വെള്ളത്തിൽ വീണാൽ നമുക്ക് പറക്കാൻ പറ്റില്ല എന്നാണ്. അല്ല പറക്കാം. അപ്പോൾ നമുക്ക് ഈ പെട്ടി പൊട്ടിച്ചിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോവാം. നമ്മൾ നാട് പിടിക്കുകയാണ് ഗൈസ്. വേറെ സൂട്ട്, ഒരു സൂട്ട് എടുത്ത് കയ്യിൽ. ഇതെന്ത് സൂട്ടാണാവോ? ഇട്ടേനെല്ലാം കിട്ടും. ഒന്നുമില്ല, ഒരു ഉപയോഗമില്ലാത്ത സൂട്ടാണ് ഗൈസ്. ഉപയോഗമില്ല എന്നെക്കൊണ്ട്. ഉപയോഗമില്ലാത്ത സൂട്ട് അവിടെ കയറുന്നത്. അപ്പോൾ നമുക്ക് ഇനി സൂട്ട് എടുക്കുക. സൂട്ടാ ഹൾക്ക് ബസ്റ്ററാ? ഓ ഗായ്സ്, മറ്റേ ഹൾക്ക് ബസ്റ്റർ ഇല്ലേ, അത് മൈൻക്രാഫ്റ്റാണെന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അയ്യോ, നമുക്ക് നമ്മളെ കാണാൻ കൂടി പറ്റുള്ളൂ. അത്ര പൊക്കവും ബാക്ക് ഇട്ടിട്ടും കാണാൻ പറ്റുള്ള ഗായ്സ്. അത്ര പൊക്കമാണെന്നാണ് പറയുന്നത്. ഓഹോ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമുക്ക് ഈ സൂട്ട് അങ്ങോട്ട് മാറ്റി. ഇത് ഷീൽഡ് വരെ താഴെയാണ് വന്നത്. എവിടേക്കാണ് ഷീൽഡ് തന്നെയെന്നാവോ? ഇതിനത്ര പവറൊന്നുമില്ല ഗൈസ്. നമുക്ക് ഈ സൂട്ട് കൂടി വെക്കാം. ഓ, കറക്റ്റ് സേഫ് ലാൻഡ്, അല്ലെങ്കിൽ ഇപ്പോൾ അറബി ആയിന്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഈ പെട്ടിയിൽ നിന്ന് ഈ സൂട്ട് എടുത്ത് ഇത് എടുക്കാം. പിന്നെ ഏതെങ്കിലും ഇതും കൂടി എടുത്തിട്ട് നമുക്ക് ഈ വൈറ്റും കൂടി എടുത്തിട്ട് ഈ പെട്ടി പൊളിച്ചെടുക്കാം. ഓക്കെ, പിക്കാക്സ് അവിടെ. പിന്നെ കൂലിപ്പണിക്കാരനായതുകൊണ്ട് നമ്മുടെ പിക്കാക്സ് കയ്യിലുണ്ട്. ഈ സൂട്ടൊക്കെ ഇൻവെൻട്രിയിൽ ഇരിക്കട്ടെ ഗായ്സ്. നമുക്ക് കണ്ടിട്ട് മാർക്ക് 1 ടെസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ, മാർക്ക് 1 ഇട്ടുണ്ട്. ഓ ഗായ്സ്, മാർക്ക് 1ൻ്റെ പവറെന്താ നിൽക്കും? വെക്കെടുത്ത് ഓ ഗായ്സ്, നമുക്ക് തീ വിടാൻ പറ്റും. ഫയർ വിത്ത് മീ. ഫയറാണ് ഗൈസ്. ഓ, വെള്ളത്തിൽ വീണു. പറക്കണം പ്ലീസ്. പറക്കൂ ഗായ്. അയ്യോ, ഒന്ന് പറക്കള. നമുക്ക് അവിടെ വരച്ചില്ല. ഞാൻ ക്രൂരനെ, എനിക്ക് വിശക്കണു. ആടുമ്പാ മേ നോക്കണ്ട. ഇത്ര ഉള്ളു. ചത്ത്. ചത്ത്. നമുക്ക് ദൈവനെ കൊല്ല. ചാവടാ. ഹ. നമുക്ക് തന്നെ അവനെ ഇവിടെ നിന്ന് ആ പാണ്ടേനെ കൊല്ലാൻ പറ്റും ഗൈസ്. അവിടെ വരെ എത്തി. പക്ഷെ പാണ്ടൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നിന്ന് കൊല്ലാൻ പറ്റുമോ നോക്കാം. ഒച്ചൊന്നുമില്ല.
ഓ ചത്ത ഗൈസ്. അങ്ങനെ നമ്മൾ ചത്തു, കൊന്നു. നമുക്കിനി എന്താ വേണ്ടേ? വല്ലോടത്തോട്ട് ഇങ്ങനെ പറന്ന് പോക്കാം. ഞാനും ഒരു അയ്യോ എന്താറ്റി? ഞാനും ഒരു വർണ്ണപ്പെട്ടമായിരുന്നു. ഞാനും മാർക്ക് വണ്ണായതുകൊണ്ട് ചെറിയ തകരാറുണ്ടാവും. നമുക്ക് ആടുമ്പെന്നെ കൊന്നിട്ട് ഫുഡാക്കാം. അയ്യോടാ 2 മിനിറ്റ്. നമുക്ക് പച്ചിറച്ചി നമ്മുടെ ജാർവിസിലൂടെ അത് ഫ്രൈ ആയിട്ട് നമുക്ക് തിന്നാം. നാം പച്ചിറച്ചി തിന്നാലും എൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് മറ്റേ ഫ്രൈഡ് ഇറച്ചി ആയിട്ടാണ്. സൂട്ട് മാറ്റാം ഗൈസ്. ഓ മൈ ഗാഡ്, എന്തൊക്കെയോ കാട്ടുന്നു ജാർവിസ്. ഓക്കെ, നമുക്കപ്പോൾ ലേസർ എന്തോ ബീം ബീം ഗൈസ്. മാസ്ക് ഓൺ അല്ല ഓഫ്. ഓക്കെ, മാസ്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. മാസ്ക് ഓൺ. ഓക്കെ, ഇത് വർക്കായില്ല. നേരത്തെ ഞാൻ കുറേ നേരം തന്നു ഇതാക്കാൻ. ഇനി നമുക്ക് ഇതെന്ത് സൂട്ടാണ്? ഞാൻ കാണാത്ത സൂട്ടാണെന്നാണോ പറയുന്നത്? നിങ്ങൾ അങ്ങനെയാണോ പറയുന്നത്? ഞാൻ കാണാത്ത സൂട്ട്. അത് നമുക്ക് അങ്ങോട്ട് പറന്ന് പോകാം. എല്ലാവരും ചത്തോ? ഇപ്പോൾ കായസ്ഥ നമ്മൾ കൊന്നിട്ട് ഇത് അവിടെ ഒരു വില്ലേജ് കാണുന്നുണ്ട്. വില്ലേജിൽ ചെന്നിട്ട് നമ്മൾ രക്ഷകനാവാൻ പോകുകയാണ്. അപ്പം അങ്ങനെ വില്ലേജിലോട്ട് എത്താൻ നിമിഷങ്ങൾ മാത്രം. നമുക്ക് അയൺകോളത്തിൻ്റെ കൂടെ ചേർന്ന് ഈ വില്ലേജിനെ രക്ഷിക്കാം. പിന്നെ ഞാൻ മറന്നു എന്ന് നിങ്ങൾ വിചാരിച്ചു, പക്ഷെ ഞാൻ മറന്നില്ല. വീഡിയോ ആണല്ലോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ് ചെയ്യുക കേട്ടല്ലോ ഗൈസ്. പ്ലീസ് ഗൈസ് ഒന്ന് സബ് ചെയ്യാം. ഇവിടെ അയൺകോലം ഒരു കഥ പറയാം. നമുക്ക് 2 പേർക്കും ഒത്തുചേർന്ന് ഈ വില്ലേജിനെ രക്ഷിക്കാം. എന്ത് പറയണു അയൺകോലം? എന്ത് പറയുന്നു അയൺകോലം? പോടോർക്കോ ഒന്നുകൂടെ. അല്ല അയൺകോലം അങ്ങനെയല്ല, ഞാൻ അയൺമാനോ. അല്ല അയൺമാൻ ആണോ അയൺകോലം? അല്ല നമുക്ക് ഒത്തുചേർന്നാലോ? എന്നെങ്ങാനും തൊല്ലുണ്ടോ നിന്നെ കോള് ഒരു വിറ്റും പിടിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമ്മളങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ, നമ്മൾ അയൺമാനല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് പോയി, പുള്ളിക്കാരൻ പോയിട്ടാ, പുള്ളി പോയി. അപ്പം ഇനി നമുക്ക് മാസ്ക് ഓഫ് ചെയ്യണം. ഓക്കെ, ഓഫായിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ക്രീപ്പറിൻ്റെ മുകളിൽ നമ്മളോട് പോകാൻ പറഞ്ഞു. ബഹുമാനിച്ചല്ലേ അയൺകോലം? കാണിച്ചേ. അപ്പം ഇനി നമുക്കിത് എനിക്ക് ക്രീപ്പറിനെ കല്യാണ് കഴിച്ചു. അയ്യോ അയൺകോലണ്ണ, അങ്ങനെയല്ലേ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അണ്ണ എടോ നിന്നെ ഞാൻ കൊല്ലൂടോ. എവിടെയോടോ നിമ്മത്തിനോളൊക്കെ താഴെ വിടാ. അണ്ണ ഇനി തലയെ ഞാൻ അണ്ണനെ കൊല്ലേണ്ടി വരും. സോറി അയൺകോലം, വേറെ അങ്ങനെ നമ്മൾ കൊന്നിട്ടുണ്ട് ഗൈസ്. അയൺകോലത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ പൂ നട്ട് വെക്കാം. എനിക്കും സങ്കടമുണ്ട്, ഞാൻ ചെയ്ത മിസ്റ്റേക്കല്ലേ. അപ്പം നമുക്ക് സൂട്ട് വെച്ചിട്ട് വേറൊരു സൂട്ട് എടുക്കട്ടെ. പെട്ടി ഇവിടെ വെക്കുന്നു. ഇവിടെ ഏത് സൂട്ട് ഏതെടുക്കുന്നാവോ? ഇനിയും കുറച്ച് സൂട്ട് ബാക്കിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇടുന്നു. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാം. ഇതേപോലത്തെ നല്ല ഫണ്ണി ആയിട്ടുള്ള വീഡിയോ കാണുമെങ്കിൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാം. സോ വീഡിയോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഔട്ട്. അപ്പോൾ ബൈ ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.